ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഡ്രാഗൻ്റെ ഒരു സിനിമ പരിചയപ്പെട്ടാലോ. സിനിമയുടെ പേര് ദ പീറ്റ്സ് ഡ്രാഗൺ. 2016 റിലീസായ ഒരു അഡ്വഞ്ചർ ഫാൻറ്റസി മൂവിയാണിത്. സിനിമയുടെ ഒരു വൺലൈൻ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാറാണ് കാണിക്കുന്നത്. ആ കാറിനുള്ളിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, ഇവർ 3 പേരുണ്ട്. അങ്ങനെ കാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാടിന് നടുവിൽ വെച്ചിട്ട് ഒരു മാൻകുട്ടി ഈ കാറിൻ്റെ ഫ്രണ്ടിലെടുത്ത് ചാടുന്നു. അങ്ങനെ ചാടുന്ന വഴിക്ക് ഈ കാർ ആക്സിഡൻ്റ് ആവുന്നു. ആ ആക്സിഡൻറ്റിൽ അച്ഛനും അമ്മയും മരിക്കും. ആ കൊച്ചുകുട്ടിയായിരിക്കും രക്ഷപ്പെടുന്നത്. ഇവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി കാടിനുള്ളിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് കുറേ വോൾഫ് ഇവനെ ആക്രമിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഒരു ഡ്രാഗൻ വന്നിട്ട് ഈ കൊച്ചുകുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാക്കുന്നു. അങ്ങനെ ഇവരുടെ ലൈഫിൽ നടക്കുന്ന വളരെ രസകരമായതും അഡ്വഞ്ചറുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ദ പീറ്റ്സ് ഡ്രാഗൺ. ഇവിടെ വീട്ടിൽ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അത്ര അഡ്വഞ്ചറുപരമായിട്ടുള്ള വളരെ കണ്ടിരിക്കാൻ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാൻറ്റസി മൂവിയാണ്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഫ്കോഴ്സ് എനിക്ക് ഈ സിനിമയിലുള്ള സ്റ്റോറിയാണ് മെയിൻലി ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു ഫെയറി ടെയിൽ സ്റ്റോറിയൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ നമ്മൾ ഫുള്ളും ഈ ഒരു സിനിമയിൽ തന്നെ എൻഗേജ്ഡായിപ്പോൾ നമ്മൾ ഈ സിനിമ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഏകദേശം 1.25 അല്ലെങ്കിൽ 1.25 മണിക്കൂർ മാത്രമേ ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളൂ. ആ ടൈം പോകുന്നത് പോലും നമ്മൾ അറിയില്ല ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇതുപോലുള്ള നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ല കിടിലൻ ഫാൻറ്റസി ആയിട്ടുള്ള മൂവീസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഈ സിനിമ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ സിനിമ മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ സിനിമ ഇതിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കണ്ടുപോകണം. ഈ സിനിമ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള മൂവി റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ ഒരുപാട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സിനിമ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഞാൻ റെഗുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ ഗൈസ്.